ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അയക്കുറ പൊരിച്ചതുമായിട്ടാണ്. എന്നാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇന്ന് മീൻ പൊരിച്ചെടുക്കാനായി കുറച്ച് അയക്കുറയാണ് കിട്ടിയിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലുള്ളതാണ്, അധികം വലുപ്പമില്ലാത്തതാണ്. അതൊന്ന് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. മാരിനേറ്റ് ചെയ്തെടുക്കാനായി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മാരിനേറ്റ് ചെയ്തെടുക്കാനായി ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം. അതുപോലെ അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ്. മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ചെറുനാരങ്ങയുടെ നീര് അതുകൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നീട് ഒരു ടീസ്പൂൺ ഉപ്പ് അതുകൂടി ഇട്ട് കൊടുക്കാം. പിന്നീട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു ഫ്രഷായി ചതച്ച കുരുമുളക് പൊടിയാണ്. ഈ കുരുമുളക് പൊടിയും കാന്താരിയൊക്കെ ഞാൻ ഇടുന്നുണ്ട്, അതുകൊണ്ടാണ് മുളക് പൊടി കുറച്ചെടുത്തിട്ടുള്ളത്. പിന്നീട് ഒരു ഒരു തക്കാളിയുടെ പകുതിയാണ്, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു ഉള്ളിയുടെ കാഭാഗമാണ്, ഒരു വെളുത്തുള്ളിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടത് കൊണ്ട് ഒരു വെളുത്തുള്ളി മതി, ഇഞ്ചിയും ഇട്ടിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഇത് ചൂടാക്കുമ്പോൾ ഒന്ന് കാന്താരിയും കൂടി ഇട്ട് കൊടുത്ത് ചൂടാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് കൊണ്ടുവരണം. അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ്, അതുകൊണ്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇതിൻ്റെ കൂടെ 2 കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഉണ്ട്, ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി കൈകൊണ്ട് തന്നെ നമുക്ക് പുരട്ടി കൊടുക്കാം. എല്ലാം പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മൂടിയിട്ട് ഒരു അരമണിക്കൂർ വേണ്ട, ഒരു 20 മിനിറ്റ് മതിയാവും. മൂടിയിട്ട് മാറ്റി വെക്കാം. നമുക്കിത് ബോഡി തുറന്ന് നോക്കാം. നല്ലതുപോലെ മുളകും ഉപ്പും ഒക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലവറാണ് ഞാൻ വെള്ളത്തിൽ കലക്കിയെടുത്തിട്ടുള്ളതാണ്. അത് ഇതിൻ്റെ മീതെ നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മേലെ ഒരു കോട്ടിങ് കിട്ടുവാൻ വേണ്ടിയാണ് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായി സ്റ്റൗ മീതെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോ അയക്കുറ മീനും നമുക്കിതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഓരോന്നും ഇങ്ങനെ ഇത് വെച്ച് കൊടുക്കാം. എല്ലാം ഇതുപോലെ വെച്ച് കൊടുത്തു. ഇനി ബാക്കിയുള്ള ഗ്രേവി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എൻ്റെ ചാനലിൽ അയില പൊരിച്ചതും കുറേ മീൻ പൊരിച്ചതിൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട്. എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എപ്പോഴും ഇതുപോലെ വാഴയില വെച്ചാണ് പൊരിച്ചെടുക്കാറുള്ളത്. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതിനെല്ലാം ഞാൻ വാഴയില വെച്ചാണ് പൊരിച്ചെടുക്കാറുള്ളത്. ഇതിന് ആവശ്യത്തിന് വേണ്ട വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ അത് അവിടെ നിന്ന് വെന്ത് വരട്ടെ. ഇതിവിടെ ഒരു ഭാഗം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതീയിൽ വേണം ഇത് പൊരിച്ചെടുക്കുവാൻ വേണ്ടി, എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതാണ്, അത് വിതറി കൊടുക്കാം. നമ്മുടെ അയക്കുറ ഫ്രൈഡ് റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ. നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. എന്നാൽ നമുക്കിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഓരോന്നും നമുക്കിതുപോലെ മാറ്റിയെടുത്ത് വെക്കാം. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഞാനിതൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഉള്ളിയും തക്കാളിയും ഒക്കെ. നല്ല അടിപൊളി ടേസ്റ്റോട് കൂടിയ അയക്കുറ പൊരിച്ചത് ഇവിടെ റെഡിയാണ്. എന്നാൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.